അഭിരാമി മോഹൻ ചേരുന്നുണ്ട് തത്സമയം. അബി, ഒരേ സമയം ആശങ്കയും ആശ്വാസവും തോന്നുന്ന ഒരു ദൃശ്യമാണ്. കാരണം ഒരൊറ്റ സെക്കൻഡ് എടുത്ത തീരുമാനം കൊണ്ടാണ് അത്രയും യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി ആലോചിച്ചിരുന്നെങ്കിൽ അത് ലാൻഡ് ചെയ്യുകയും വലിയ അപകടം ഉണ്ടാവുകയും ചെയ്തേനെ. പക്ഷെ കൃത്യസമയത്ത് തന്നെ അത് ഉയർന്ന് പൊങ്ങാൻ സാധിച്ചു. അത് കൃത്യസമയത്ത് ഇടപെടലിനും ഒരു നിർണായകമായ തീരുമാനമെടുക്കാനും പൈലറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്താണ് ഈ അപകടത്തിനുള്ള കാരണം? കാലാവസ്ഥയോ അതോ വിമാനത്തിന്റെ മറ്റ് സാങ്കേതിക തകരാറുകളോ എന്തെങ്കിലും ആണോ? ഹിമ, ഇത് കാലാവസ്ഥ കൊണ്ട് തന്നെയാണ് ഈ വിമാനം ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടായത്. കാരണം ഇസ്താംബൂളിലും അതുപോലെ തന്നെ തുർക്കിയുടെ പല മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കൊടുങ്കാറ്റാണ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാതെ പോവുകയും അത് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെ കാറ്റാഞ്ഞു വീശുകയും ആ കാറ്റിൽ വിമാനം ആടി ഉലയുകയും ചെയ്തു. ശരിക്കും നമ്മളിവിടെ എടുത്തു പറയേണ്ടത് ആ പൈലറ്റിൻ്റെ മനോധൈര്യത്തെ തന്നെയാണ്. അദ്ദേഹം അത്തരത്തിലൊരു തീരുമാനം അപ്പോൾ എടുത്തില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിന് വഴിവെച്ചേനെ. പൈലറ്റാണ്, സ്വാഭാവികമായും ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ അവർക്ക് ട്രെയിനിങ് കിട്ടിയതാണ്. പക്ഷേ ആ ഒരു തീരുമാനം, ആ ഒരു സെക്കൻഡിൽ എടുക്കുന്ന ഒരു തീരുമാനം, അതിന് പല യാത്രക്കാരുടെ പല ജീവൻ്റെ വിലയുണ്ട് എന്ന് നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങൾ അതിന് തെളിവാണ്. ഈ ഇസ്താംബൂളിൽ കഴിഞ്ഞ കുറച്ച് ദിവസം നേരത്തെ പറഞ്ഞല്ലോ, കൊടുങ്കാറ്റാണ്. ഇത് വ്യോമഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പല വിമാനങ്ങളും റദ്ദാക്കുന്നുണ്ട്. പല വിമാനങ്ങളും ടേക്ക് ഓഫ് ചെയ്യാനും അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ലാൻഡിങ്, ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ആ കൊടുങ്കാറ്റ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇത് പെഗാസസ് എയർലൈൻസിൻ്റെ എയർബസ് A320 എന്ന നിയോ വിമാനമാണ് ഇത്തരത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും അപ്പോൾ കാറ്റിലകപ്പെടുകയും നേരെ പൈലറ്റ് ലാൻഡ് ചെയ്യാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് വിമാനം പറന്ന് പൊങ്ങുകയും ചെയ്തത്. എന്തായാലും നമുക്ക് ആ പൈലറ്റിൻ്റെ മനോധൈര്യത്തെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഹിമ.